ഹലോ ഗായ്സ്, എൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുക കേട്ടോ. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഹാങ്ങിങ്സ് എങ്ങനെ നമുക്ക് ചെയ്യാം എന്നാണ്. ഉടുപ്പിനകത്ത് എങ്ങനെ ഹാങ്ങിങ്സ് വെക്കാമെന്നാട്ടോ കാണിക്കാൻ പോകുന്നത്. വളരെ എളുപ്പമാണ്. കുറച്ച് ക്ഷമയും ഒക്കെ വേണം കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് ടൈം എടുക്കും, എന്നാലും നമുക്കറിയാലോ ഇങ്ങനത്തെ വർക്കൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് ടൈം എടുക്കും. അതാണ് ക്ഷമ വേണമെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞത് കേട്ടോ. അത് ഇപ്പോൾ കുഞ്ഞ് മോൾ ഉടുപ്പാട്ടോ, അതിനകത്ത് നമ്മളിങ്ങനെ ബ്ലൗസിന് താഴെയായിട്ടാണ് ഇങ്ങനെ ഹാങ്ങിങ്സ് കൊടുക്കേണ്ടത്. ഞാൻ കുറച്ച് ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് വീഡിയോ എടുക്കാമെന്ന്. കാരണം അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഉപകാരം ആവുമല്ലോ എന്ന് കരുതിയിട്ട്. ഇതിൻ്റെ നെക്കിൻ്റെ ഉള്ളിൽ ഞാൻ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ചെയ്യുന്നത്. അത് നമുക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് വേണ്ടത് ഷുഗർ ബീഡ്സും അതേപോലെ കട്ട് ബീഡ്സും പിന്നെ കുറച്ച് വലിയ ടൈപ്പ് മുത്തായിട്ട് നമ്മൾ മാലയൊക്കെ കോർക്കുന്ന ടൈപ്പ് മുത്ത് കിട്ടും കേട്ടോ. നമുക്ക് കടകളിലൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഹാങ്ങിങ് ചെയ്യാൻ പ്രത്യേകം ബീഡ്സ് ഉണ്ട് കേട്ടോ. അന്നേരം അങ്ങനത്തെ വെച്ച് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. അല്ലെങ്കിൽ ഇങ്ങനെ കുറച്ചും കൂടി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യണമെങ്കിൽ ഇങ്ങനെയും ചെയ്യാം കേട്ടോ. കാരണം അതൊക്കെ അങ്ങനത്തെ ബീഡ്സിനൊക്കെ കുറച്ച് റേറ്റ് കൂടുതലാട്ടോ അങ്ങനത്തെ വരുമ്പോഴത്തേക്കും. ഇതാകുമ്പോൾ നമുക്ക് അധികം വലിയ പൈസ ചിലവില്ലാതെ നമുക്ക് ചെയ്യാനും പറ്റും, ചെയ്തെടുക്കാനും പറ്റും കേട്ടോ. ഇതേപോലെ ഞാൻ കോർത്ത് കൊടുക്കുക. ആദ്യമേ എടുത്തിട്ട് അതിൻ്റെ കട്ട് ബീഡ്സ് 5 കട്ട് ബീഡ്സും അതേപോലെ തന്നെ ആ വലിയ മുത്തും പിന്നെ ഷുഗർ ബീഡ്സ് അങ്ങനെ ആയിട്ട് ഇടുന്നത്. ഇതിപ്പം നമ്മൾ എത്രത്തോളം നമുക്ക് ലെന്ത് വേണോ അതേപോലെ നമുക്ക് ബീഡ്സ് കോർക്കാം കേട്ടോ. ഇപ്പം നമുക്ക് ഇത്രയും ലെന്ത് മതി അനുസരിച്ച് ഞാൻ ബീഡ്സ് കോർക്കും കേട്ടോ. ഇപ്പം നിങ്ങൾ കുറച്ചും കൂടി ഇങ്ങനെ നീളത്തിൽ നമുക്ക് കിടക്കണമെങ്കിൽ അതേപോലെ കട്ട് ബീഡ്സിൻ്റെയൊക്കെ എണ്ണം കൂട്ടിയാൽ മതി. അത് ഒരുപാട് എനിക്കൊരു മിനിമം ഒരു 5 എണ്ണമൊക്കെ ഭംഗി കാണും. അത് കുറച്ചും കൂടി നല്ല ഹാങ്ങിങ് തന്നെ കേട്ടോ. കുറച്ച് ലെന്തും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് തന്നെ കുറച്ച് ഭംഗിയായിരിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഷുഗർ ബീഡ്സ് ഉണ്ടല്ലോ, ഇത് നമുക്ക് കെട്ടിടണമല്ലോ. അതിനുവേണ്ടി നമ്മൾ ഷുഗർ ബീഡ്സ് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നീക്കി വെച്ചിട്ട് ബാക്കി ആ വലിയ മുത്തില്ലേ, ഞാനിപ്പോൾ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഞാൻ പറയുന്നതിനെക്കാട്ടും നിങ്ങൾക്ക് കാണുമ്പോഴായിരിക്കും അത് മനസ്സിലാവുന്നത്. ഇതേപോലെ ഒന്ന് സൂചി അതിനകത്ത് ഷുഗർ ബീഡ്സ് മാറ്റിയിട്ട് ഇതേപോലെ ഒന്ന് സൂചി ഇങ്ങനെ ആ മുത്തിൻ്റെ അകത്തൊന്ന് കോർത്ത് കൊടുക്കുക കേട്ടോ. ഇത് അതേ കളർ നമ്മൾ ഏത് ബീഡ്സിന് എടുക്കുന്നത് അതേ കളറിന് ത്രെഡ് എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അങ്ങനെയാണെങ്കിൽ നമുക്കിത് ഇതേപോലെ ലോക്ക് ഇടുമ്പോഴത്തേക്ക് അറിയാൻ പറ്റത്തില്ല കേട്ടോ. നമുക്ക് വേറെ കളർ ത്രെഡൊക്കെ ആണെങ്കിൽ വരുന്ന അറിയാൻ പറ്റും. ഇതാകുമ്പോൾ അറിയാൻ പറ്റില്ല. ആ കളർ തന്നെ എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ ഷുഗർ ബീഡ്സ് അവിടെ ചെറിയൊരു കെട്ടിലോക്ക് പോലെ വീണിട്ടുണ്ട് കേട്ടോ. അത് കഴിയുമ്പോൾ എൻ്റെ ഈ നൂല് തീർന്നുകൊണ്ട് തന്നെ ഞാനത് അവിടെ ഒന്ന് ഇതേപോലെ ടൈറ്റായിട്ടൊന്ന് കെട്ടി ഇതായിട്ട് വെക്കുക കേട്ടോ. അടുത്ത നൂല് കുറച്ചായിട്ട് ബാക്കി ചെയ്ത് കാണിക്കുമ്പോൾ ഞാൻ ചെയ്ത് എത്രയുണ്ടോ തീർന്നു. അതാണ് ഇതേപോലെ 5 എണ്ണം നമ്മൾ ഇത് കോർത്തെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് വലിയ മുത്ത് നമ്മൾ മാലയൊക്കെ കോർക്കുന്ന ആ ടൈപ്പ് വലിയ മുത്തും പിന്നെ ഷുഗർ ബീഡ്സും ഇങ്ങനെ കേട്ടോ കോർക്കുന്നത്. ഞാൻ കുറച്ചുകൂടി സൂം ചെയ്താണ് ഇപ്പോൾ കാണിക്കുന്നത്. നിങ്ങൾക്ക് കുറച്ച് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി കേട്ടോ, കമൻറ്റ് ചെയ്ത് ചോദിച്ചാൽ മതി. ഇപ്പോൾ നിങ്ങൾ കാണുമ്പോൾ കരുതുന്നുണ്ടാവും ഇത്ര എളുപ്പമായിരുന്നു എന്ന് കേട്ടോ. പക്ഷേ എളുപ്പമാണ്, പക്ഷേ സമയമെടുക്കും, ഒരുപാട് സമയമെടുക്കും ഇങ്ങോട്ട് ചെയ്യാൻ വേണ്ടി. ക്ഷമ വേണം നല്ല രീതിയിൽ ഇങ്ങനത്തെ വർക്കൊക്കെ ചെയ്യണമെങ്കിൽ തന്നെ. കാരണം ഒരുപാട് ടൈം എടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതേപോലെ തന്നെ ഇത് നമ്മൾ ഇതേപോലെ ഹാങ്ങിങ് നമ്മൾ എത്രത്തോളം അടുപ്പിച്ചാണ് കോർക്കുന്നത് അതേപോലെ ടൈം എടുക്കും കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ ആദ്യമായിട്ടൊക്കെ നിങ്ങൾ ചെയ്യുന്നതാണ് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അളവും ഒരു ഹാങ്ങിങ് കഴിഞ്ഞ് അടുത്തതിന് എത്ര ഗ്യാപ്പ് വേണമെന്നുള്ള ജസ്റ്റ് ഒന്ന് സ്കെയിൽ വെച്ച് എന്തെങ്കിലും അടയാളപ്പെടുത്തിയിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് കേട്ടോ. അല്ലെങ്കിൽ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം ഒരെണ്ണം നമ്മൾ ചെയ്തിട്ട് അടുത്തത് ഇങ്ങനെ അടുപ്പിച്ചായിരിക്കും നമ്മൾ 2 എണ്ണം ചെയ്യുന്നത്. മൂന്നാമത്തെ ചെയ്യുമ്പോഴത്തേക്കും അത് ചിലപ്പം കുറച്ച് അതിൻ്റെ ഒരു അകലം കൂടി പോയിട്ടുണ്ടാവും. അന്നേരം പിന്നെ നമ്മളത് വീണ്ടും പൊട്ടിച്ചിട്ട് ഒന്നേനെ വീണ്ടും ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ആദ്യമായിട്ട് ചെയ്യുന്നവർ വേണമെങ്കിൽ അങ്ങനെ ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ 2-3 എണ്ണമൊക്കെ നമുക്കിങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഒരു 2-3 ഹാങ്ങിങ് ഇങ്ങനെ മുത്ത് കോർത്ത് കഴിയുമ്പോൾ മനസ്സിലാവും എത്രത്തോളം അകലം വേണമെന്നുള്ളത്. അതേപോലെ അങ്ങ് ചെയ്തു പോയാൽ മതി കേട്ടോ. ഇത് കുറച്ചുകൂടി അടുപ്പിച്ച് ഇങ്ങനെ ഹാങ്ങിങ് വെക്കുന്നതിന് കുറച്ചും കൂടി ഭംഗി കേട്ടോ. അകത്ത് വെക്കുന്നതിനെ കാട്ടി ഇപ്പോൾ കുഞ്ഞു പിള്ളേർക്കൊക്കെ ആണെങ്കിൽ അതാണ് കുറച്ചും കൂടി ഭംഗി കാണാൻ വേണ്ടിയിട്ട് തന്നെ. ഇതേപോലെ തന്നെ മൊത്തം ഇതൊക്കെ ഓർത്ത് കൊടുക്കാം കേട്ടോ. ഇതേപോലത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇനിയും വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. എങ്ങനത്തെ വീഡിയോസൊക്കെയാണ് നിങ്ങൾക്ക് കാണാൻ ആഗ്രഹവും താല്പര്യവും എന്നൊക്കെ ഉള്ളത്. ഇതേപോലത്തെ ഡിസൈനിങ് വീഡിയോസ് വേണമെങ്കിൽ പറഞ്ഞാൽ മതി, നമുക്ക് അങ്ങനത്തെ വീഡിയോസ് ചെയ്യാം കേട്ടോ. അത് നമ്മൾ ഫൈനൽ ലുക്ക് വരുന്ന ഇതാട്ടോ. ഇത് കറക്റ്റ് ഇതിൻ്റെ ഭംഗി എനിക്ക് വീഡിയോയിലോ ഒന്നും കാണിക്കാൻ പറ്റുന്നില്ല കേട്ടോ. കറക്റ്റ് നല്ല ഭംഗിയോടെ നേരിട്ട് കാണാൻ വേണ്ടി ഹാങ്ങിങ് ഒക്കെ വന്നപ്പോഴത്തേക്കും. പക്ഷേ ആ ഉടുപ്പിൻ്റെ കറക്റ്റ് കളർ ഒന്നും എനിക്കൊന്നും കാണിക്കാൻ പറ്റുന്നില്ല വീഡിയോയിലും ഫോട്ടോയിലും ഒന്നും. കറക്റ്റ് ഭംഗി കിട്ടുന്നില്ല കേട്ടോ. ഫുള്ള് നമ്മളിങ്ങനെ ഹാങ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ നേരിട്ട് കാണാൻ വേണ്ടി. ആ കഴുത്തിൽ ആ വർക്കും എല്ലാം കൂടി വന്നിട്ട്. നിങ്ങൾക്ക് ഈ വർക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നൊക്കെ കമൻറ്റ് ചെയ്യുക. അതുപോലെ ഇത് മനസ്സിലായോ വീഡിയോ എന്നും കൂടെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അന്നേരം വീഡിയോ ഇഷ്ടപ്പെടുമ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കണം. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.